ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സീൽക്കാരി പ്രാണായാമം പഠിക്കാം. സീൽക്കാരി പ്രാണായാമത്തിൻ്റെ ഗുണം ഇറ്റ് വിൽ ഡിക്രീസ് യുവർ പ്രഷർ, ബോഡി പ്രഷർ, ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, മുഖത്തിന് സൗന്ദര്യം കൂട്ടുന്നു, ശരീരത്തിന് നല്ല തണുപ്പ് അനുഭവിക്കും. വേനൽക്കാലത്ത് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. പനി ഉള്ളപ്പോൾ പനിയും തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും ഈ സീൽക്കാരി പ്രാണായാമം ചെയ്താൽ. പിന്നെ ഒത്തിരി മഞ്ഞുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല. അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ കേരളയുടെ കാലാവസ്ഥയിൽ എപ്പം വേണേലും ചെയ്യാം. ഇനിയും അത് കാണിക്കാം. സീൽക്കാരി പ്രാണായാമം ചെയ്യുമ്പം 2 കൈകളും ഇതുപോലെ ചിന്മുദ്രയിൽ ചില വിരലുകൾ വളച്ച് ഇങ്ങനെ 2 കൈകളും അവനവൻ്റെ മുട്ടിൽ അതാത് വശത്തെ കാൽമുട്ടി വെക്കണം. ഇരിക്കുന്നത് സുഖാസനത്തിലോ വജ്രാസനത്തിലോ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സൗകര്യമുള്ള സുഖമുള്ള ആസനത്തിലേത് വേണേലും ഇരിക്കാം. പ്രായമായവർക്ക്, എന്നെപ്പോലെ പ്രായമായവർക്ക് കസേരകളിലിരിക്കാം. ബോഡി നിവർത്തി വെക്കണം. ശ്വാസം എടുക്കുന്നത് നാക്കിൻ്റെ അഗ്രം, ഈ ടങ്ങിൻ്റെ ടിപ്പ് നമ്മുടെ മോണയല്ല, വായുടെ ഉൾവശം മേൽത്തട്ടിലോട്ട് മുട്ടിച്ച് വെക്കണം. എന്നിട്ട് വേണം ശ്വാസം എടുക്കാൻ. വായിൽ കൂടിയാണ് ശ്വാസം എടുക്കുന്നത്. എന്നിട്ട് ശ്വാസം എടുത്തു കഴിയുമ്പോൾ നാക്ക് വെറുതെ വായ്ക്കകത്ത് വെക്കണം. സാധാരണ വെക്കുന്ന പോലെ നോർമൽ സ്ഥിതി വെച്ചിട്ട് മൂക്കിൽ കൂടെ ശ്വാസം വിടണം. ശ്വാസം നാക്കിൻ്റെ അഗ്രം, ടിപ്പ് ഓഫ് ദ ടങ് മേളിൽ നമ്മുടെ വായുടെ മേൽത്തട്ടിൽ മുട്ടിച്ച് വളച്ചാൽ മുട്ടിക്കാൻ പറ്റുള്ളൂ. മുട്ടിച്ച് ഒരു സീൽക്കാര ശബ്ദത്തോടെ വായിൽ കൂടെ ശ്വാസം എടുക്കണം. അത് കഴിഞ്ഞ് ശ്വാസം മുഴുവൻ എടുത്തു കഴിയുമ്പോൾ നാക്ക് നോർമൽ സ്ഥിതിയിൽ വെച്ചിട്ട് 4 സെക്കൻഡ് ശ്വാസം വിടാതെയും വലിക്കാതെയും ഇരിക്കുക. ഒട്ടും പുറത്തോട്ട് വിടുകയോ എടുക്കുകയോ ഇൻഹെയിൽ ചെയ്യുകയോ എക്സെയിൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് ശ്വാസം മൂക്കിൽ കൂടെ വിടണം. കാണിക്കട്ടെ. ശ്വാസം വലിച്ചു തുടങ്ങുമ്പോഴാണ് നാക്ക് വായ്ക്കകത്തെ മേൽത്തട്ടിലോട്ട് വെക്കുന്നത്. ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ.